ഒരു ജന്മയുടെ പാടത്തൊരു സാധാരണ കന്നുകൂട്ടുകാരനായിരുന്നു. ഞങ്ങൾ 5 മക്കളാണ്. ചെറിയ മോനാണ് ഞാൻ. അച്ഛൻ എഴുത്തും വായനയും അറിയില്ലായിരുന്നു. പക്ഷേ വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഓരോ ദിവസവും വൈകിട്ട് അച്ഛൻ എൻ്റെ മടിയിലിരുത്തി പറയുന്ന കഥകൾ, ആ കഥകളിലൊക്കെ മാന്ത്രിക സ്പർശമുണ്ടായിരുന്നു, അത്ഭുത കാഴ്ചകളുണ്ടായിരുന്നു. ഒരുപക്ഷെ അതാണ് എൻ്റെ മനസ്സിൽ അത്ഭുതം നിറച്ചത്, ഒരു ജാലവിദ്യക്കാരനാകുവാനുള്ള മോഹം എനിക്കുണ്ടായത്. ഞാൻ എല്ലാ രക്ഷിതാക്കളോടും പറയുന്നത്, കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കണം. ആ കഥകളിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിന് ഒരുപാട് വികാസം സംഭവിപ്പിക്കാൻ നമുക്ക് സാധിക്കും. എന്നോട് അച്ഛൻ കുട്ടിക്കാലത്ത് പറയുമായിരുന്നു, രാമായണത്തിൽ ലക്ഷ്മണൻ സീതയോട് പറയുന്നൊരു വാക്കുണ്ട്, ഒരു ചരൽക്കല്ലിന് ഒരു തടാകത്തെ ചലിപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ സ്നേഹം എന്ന പ്രതിഭാസത്തിന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇളക്കി മറിക്കുവാൻ സാധിക്കുമെന്ന്. പിറ്റേ ദിവസം അച്ഛൻ എന്നെ കൊണ്ടുപോയി ഒരു കല്ലെടുത്ത് കുളത്തിൻ്റെ നടുവിലേക്ക് എറിയും. ആ കല്ല് വീണ സ്ഥലത്ത് നിന്നും അലകളായി 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 അത് കരയിൽ തട്ടി അതേ സ്ഥലത്തേക്ക് തിരിച്ചു വരും. എന്നോട് അച്ഛൻ പറയും, കുട്ടിയെ, ഇതാണ് സ്നേഹം. അച്ഛൻ എന്നെ മരിക്കുന്നത് വരെ കുട്ടിയെന്നാണ് വിളിച്ചിരുന്നത്. അച്ഛൻ മദ്യം കഴിക്കില്ലായിരുന്നു, സ്മോക്ക് ചെയ്യില്ലായിരുന്നു. തീർച്ചയായിട്ടും ഞാനും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു സിഗരറ്റ് പോലും വലിച്ചിട്ടില്ല, ഒരു തുള്ളി മദ്യം പോലും തൊട്ട് നോക്കിയിട്ടില്ല. അതൊക്കെ നമുക്ക് രക്ഷിതാക്കൾ പറഞ്ഞു തരുന്ന പാഠങ്ങളാണ്, പറയാതെ പറഞ്ഞു തരുന്ന പാഠങ്ങളാണ്. ഇത് നമ്മൾ തീർച്ചയായിട്ടും അധ്യാപകരും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട പല കാര്യങ്ങളും നേരിട്ട് പറയാതെ പറയേണ്ട കാര്യങ്ങൾ പല രീതിയിൽ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യകത ഉണ്ട്. അതാണ് കഥകളുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ മാജിക്കിലേക്ക് വന്നു. ഒരുപാട് അധ്വാനിച്ചു. ഒരു ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ. കാരണം ഒരു പഴയ ബസ് മേടിച്ചൊരു ട്രൂപ്പിൻ്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ആ ബസ്സിൻ്റെ അടവടയ്ക്കാൻ സാധിക്കാതെ പരാജയപ്പെട്ട് ഒരു ട്രാൻസ്ഫോമറിൻ്റെ മേളിൽ കയറി പിടിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പുസ്തകമുണ്ട്, ഓർമ്മകളുടെ മാന്ത്രിക സ്പർശം എന്ന് പറഞ്ഞിട്ട്. അത് മുഴുവൻ എൻ്റെ ആത്മകഥാസ്പർശമുള്ള പുസ്തകമാണ്. 1996 മലയാറ്റൂർ രാമകൃഷ്ണൻ എന്നെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഇവിടെ മാജിക് അക്കാദമി തുടങ്ങിയത്. ആ അക്കാദമിയുടെ ലക്ഷ്യമാണ് ഈ മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന ഈ സംരംഭം. ഞാൻ ചോദിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.